പ്രിയ സഹോദരി സഹോദരന്മാരെ, വേദപുസ്തകം മുഴുവൻ കുടുംബങ്ങളുടെ ചരിത്രമാണ്. 6 കുടുംബങ്ങളെ ബൈബിളിൽ നമ്മൾ കണ്ടെത്തും. 1, സ്വർഗം എന്ന കുടുംബത്തിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ കുടുംബം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ ത്രിത്വത്തിൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിൽ സൃഷ്ടിക്കാം. ത്രിത്വം, നമ്മൾ എന്ന വാക്ക് നമ്മൾ കാണുന്നു. അപ്പം സ്വർഗം എന്ന കുടുംബം. 2, ഏദനിലെ കുടുംബം. 3, അബ്രഹാമിൻ്റെ കുടുംബം. 4, നസത്തിലെ തിരുകുടുംബം. 5, സഭ എന്ന വലിയ കുടുംബം. 6, വെളിപാട് പുസ്തകത്തിലെ സ്വർഗീയ ജെറുസലേം എന്ന മറ്റൊരു കുടുംബം. ഉൽപ്പത്തിയിൽ ഒരു കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞ് ആരംഭിക്കുന്ന ബൈബിൾ അവസാനിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ സ്വർഗീയ കുടുംബം എന്ന ചിന്ത തന്നുകൊണ്ടാണ്. കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലോകത്തിൽ എല്ലാവരും ഉണ്ടായത് കുടുംബം ഉണ്ടായതിനു ശേഷമാണ്. കുടുംബത്തിൻ്റെ നന്മ ലോകത്തിൻ്റെ നന്മ, കുടുംബത്തിൻ്റെ വിശുദ്ധി ലോകത്തിൻ്റെ വിശുദ്ധി. അബ്രഹാമിൻ്റെ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്നു ഒരു വിശ്വാസ യാത്രയിൽ കുടുംബം എങ്ങനെയായിരിക്കണം. ഒന്നും ഉറപ്പില്ലെങ്കിലും ദൈവം ഉറപ്പായുണ്ട് എന്നുള്ള ബലം എന്നാണ് അബ്രഹാമിൻ്റെ കുടുംബം നമ്മളെ പഠിപ്പിക്കുക. നമുക്ക് വ്യക്തതയൊന്നുമില്ല, മുമ്പിൽ ഇരുട്ട, എങ്കിലും ദൈവം കരുതും, കരം പിടിക്കും, കാവലായുണ്ട്. ആ ഒരു കുടുംബമാണ് അബ്രഹാമിൻ്റെ കുടുംബം. നമുക്കും ഈ ഒരു ബലം വേണം. ആരോഗ്യം ചോർന്നു പോകാം, സമ്പത്ത് തീർന്നു പോകാം, അപ്രതീക്ഷിതമായ കൈപ്പേറിയ അനുഭവം ഉണ്ടാകാം. അപ്പോഴൊക്കെ ഓർക്കണം, ഇത് കഴിഞ്ഞും ദൈവമുണ്ട്, അവിടത്തേക്കൊന്നും അസാധ്യമായിട്ടില്ല. ഇതാണ് അബ്രഹാമിൻ്റെ കുടുംബം പഠിപ്പിക്കുക. തിരുകുടുംബം പഠിപ്പിക്കുന്നു എങ്ങനെ ഒരപ്പനും അമ്മയും മകനും ത്രിത്വം പോലെ ജീവിക്കാം. അധ്വാനത്തിൻ്റെ പ്രതീകമായ യോസേപ്പ് പിതാവ്, നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ മറിയം, മാതാപിതാക്കൾക്ക് വിധേയത്വത്തോടെ ജീവിക്കുന്ന മകൻ. ഇതാണ് കുടുംബത്തിൻ്റെ മാതൃക. അധ്വാനിക്കുന്ന അപ്പൻ, അലയുന്ന അമ്മ, അനുസരിക്കുന്ന മോൻ. ഇതാണ് നസത്തിലെ തിരുകുടുംബം. നമ്മുടെ കുടുംബവും അങ്ങനെയായിട്ട് മാറും. ബഥനിയായി ലാസറിൻ്റെ ഒരു കുടുംബമുണ്ട്. എപ്പോഴും ക്രിസ്തു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു കുടുംബം. ലൂക്കോസ് 19 സക്കായിയുടെ കുടുംബം. വന്നുപോയ തെറ്റുകൾക്ക് പരിഹാരം ചെയ്യുമ്പോൾ വീണ്ടെടുക്കപ്പെടുന്ന അനുഗ്രഹീതമാകുന്ന കുടുംബം. കുടുംബ ബന്ധങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാം. കുടുംബജീവിതത്തെ നമുക്ക് പൗത്രീകരിക്കാം. കുടുംബത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിലൂടെ ദൈവകരം പിടിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഫാമിലി എന്നാണല്ലോ പറയുക. ഫാമിലി എന്ന വാക്കിൻ്റെ അർത്ഥം ഫാദർ ആൻഡ് മദർ ഐ ലവ് യു, FAMILY. ഇതാകട്ടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ, മക്കളെ കരുതുന്ന മാതാപിതാക്കൾ. അങ്ങനെ അനുഗ്രഹീതമായ ഒരു കുടുംബം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.